ഭാരതീയ നാവികസേനയുടെ കരുത്ത് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂ മിലാൻ 2026 നാവിക അഭ്യാസങ്ങൾ വിശാഖപട്ടണത്തിന്റെ തീരത്ത് പ്രൗഢഗംഭീരമായി തുടരുന്നു. 72 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അമേരിക്ക, റഷ്യ ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങളിലെ 60ഓളം യുദ്ധക്കപ്പലുകളും പങ്കെടുക്കുന്ന ഈ മെഗാ സൈനിക സംഗമം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമുദ്രമേളയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ INS വിക്രാന്ത് ആണ് ഈ മേളയിലെ പ്രധാന ആകർഷണം. ഓപ്പറേഷൻ സിന്ദൂർ കാലയളവിൽ അറബിക്കടലിൽ നിർണായക പങ്കുവഹിച്ച വിക്രാന്ത് ഫ്ലീറ്റ് റിവ്യൂവിനായി ബംഗാൾ ഉൾക്കടലിലെത്തി. ഫെബ്രുവരി 18 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി കപ്പലുകളുടെ പരിശോധന നടത്തുന്നു. ജർമ്മനി, ഫിലിപ്പീൻസ്, UAE എന്നീ രാജ്യങ്ങൾ ഇതാദ്യമായി തങ്ങളുടെ യുദ്ധക്കപ്പലുകളുമായി ഇന്ത്യയുടെ സംയുക്ത അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുവെന്ന പ്രത്യേകതയും ഈ വർഷത്തെ മിലാൻ നാവിക അഭ്യാസത്തിനുണ്ട്. അതേസമയം മേഖലയിലെ തന്ത്രപരമായ കാരണങ്ങളാൽ ചൈനയെയും തുർക്കിയെയും ഈ മേളയിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള ഇവരുടെ സൈനിക സഹകരണവും കഴിഞ്ഞ വർഷം നടന്ന സംഘർഷങ്ങളിലെ നിലപാടുകളുമാണ് ഇതിനെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പങ്കുവയ്ക്കാനും അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കാനുമാണ് മിലാൻ 2026 ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി വിശാഖപട്ടണത്തെ RK ബീച്ചിൽ നടക്കുന്ന അന്താരാഷ്ട്ര സിറ്റി പരേഡ് കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ വളരുന്ന സ്വാധീനത്തിന്റെയും നയതന്ത്ര വിജയത്തിന്റെയും അടയാളമായി ഈ സംയുക്ത നാവിക അഭ്യാസം മാറുകയാണ്.